ഹലോ സ്റ്റുഡൻസ്, 10th റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കൊമേഴ്സ് ആണ് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പല കുട്ടികളും ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തിനു പറയുന്നു, നമ്മുടെ കൊമേഴ്സിന്റെ എക്സ്ക്ലൂസീവ് ബാച്ചായ സൈലം ബാച്ചായ യുവ ബാച്ചിൽ പോലും കുട്ടികൾ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ഏത് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യും. കാരണം 10th ക്ലാസ്സിൽ നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അത് വാങ്ങുന്നു, നമ്മളത് പഠിക്കുന്നു. പക്ഷേ പ്ലസ് വണ്ണിലേക്ക് എത്തുന്ന സമയത്ത് അത് സയൻസ് ആണെങ്കിൽ കൊമേഴ്സ് ആണെങ്കിൽ പോലും നമ്മുടെ പഠനത്തിൻ്റെ രീതികൾ മാറുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിൻ്റെ റെഫറൻസ് ഒക്കെ മാറുന്നുണ്ട്. അതുകൊണ്ട് ഏത് ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം എന്ന് കൺഫ്യൂഷനാണ്. കാരണം പബ്ലിഷേഴ്സിൻ്റെ ടെക്സ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ സീനിയേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ അവൈലബിലിറ്റിയിൽ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോൾ +1 കൊമേഴ്സ് സ്റ്റുഡൻസിന് അവൈലബിൾ ആയി കിടക്കുന്നത്. ഒന്ന്, നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കുകൾ കാണാം, SCERT ടെക്സ്റ്റ് ബുക്ക് കാണാം, പബ്ലിഷേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കാണാം. അപ്പോൾ +1 എന്ന് പറയുന്നത് ബേസ് ആയതുകൊണ്ട് നമുക്ക് അക്കൗണ്ടൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ 3 ടൈപ്പ് ടെക്സ്റ്റ് ബുക്കും കാണാം. ബേസിക് അക്കൗണ്ടൻസിയാണ് നിങ്ങൾ +1 ക്ലാസ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടൻസിൻ്റെ ഏത് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ കണ്ടന്റ് ഒക്കെ സെയിം ആയിരിക്കും. പക്ഷേ ചെറിയ പ്രശ്നമുള്ളത്, നമുക്കറിയാം ഈ പ്രോബ്ലം വരുന്ന അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേഷനൊക്കെ വരുന്ന സബ്ജക്റ്റുകൾ സ്കൂളിലെ ടീച്ചേഴ്സ് ചില ടെക്സ്റ്റ് ബുക്കുകൾ പ്രിഫർ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ചില ഹോംവർക്കുകൾ കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ടോപ്പിക് എടുക്കുന്നു, അതിന് നാളേക്ക് ഒരു ഹോംവർക്ക് തരണം. പ്രത്യേകിച്ച് അക്കൗണ്ടൻസി പോലുള്ള വിഷയങ്ങൾക്ക് ഹോംവർക്ക് വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യും, പേജ് നമ്പർ 34 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു വരും എന്ന് പറയും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം, ഒരേപോലെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് ഈ 3 ടൈപ്പ് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. NCERT, SCERT, ദെൻ പബ്ലിഷേഴ്സിൻ്റെത്. അപ്പോൾ ഇതിന് എല്ലാ ടെക്സ്റ്റ് ബുക്കിലും സെയിം കണ്ടന്റുകൾ തന്നെയായിരിക്കും. പഠിക്കേണ്ട ഇതിന് വേണ്ടി ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. അതായത് ടഫ്നെസ് ലെവൽ അല്ലെങ്കിൽ ലാംഗ്വേജ് ലെവൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫാക്കൽറ്റി ഏത് ടെക്സ്റ്റ് ബുക്കാണ് പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് അത് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. അതൊരു പക്ഷേ പബ്ലിഷേഴ്സിൻ്റെതോ SCERT, NCERT ആയിരിക്കാം. നിങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിൽ, നിങ്ങളോട് ടീച്ചേഴ്സ് പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്ക് ഒന്നും പറയുന്നില്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. കാരണം കുറച്ചുകൂടി കണ്ടന്റ് റിച്ച് ആണ്, കുറച്ചുകൂടി എക്സസൈസ് ക്വസ്റ്റ്യൻസ് കൂടുതലുള്ളതാണ് NCERT ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. NCERT ടെക്സ്റ്റ് ബുക്ക് മസ്റ്റ് ആയിട്ട് വാങ്ങണം. ഇനി NCERT ടെക്സ്റ്റ് ബുക്ക് വാങ്ങേണ്ട, നിങ്ങൾ പബ്ലിഷർ ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം എന്നാണ് ടീച്ചർ പറഞ്ഞതെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് തീർച്ചയായും അതിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. അപ്പം ടെക്സ്റ്റ് ബുക്കിൻ്റെ ചൂസ് തീർച്ചയായും സ്കൂൾ തുറന്നിട്ട് മതി. അതുവരെ നിങ്ങളെ കയ്യിലുള്ളത് നിങ്ങൾ പ്രിഫർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ സീനിയേഴ്സിൻ്റെ അടുത്ത് വാങ്ങിയിട്ട് പ്രിഫർ ചെയ്യാം, അല്ലെങ്കിൽ റെഫർ ചെയ്ത് വെക്കാം നിങ്ങൾക്ക്. കൂടാതെ NCERT ടെക്സ്റ്റ് ബുക്ക് PDF അവൈലബിൾ ആണ്, ചാപ്റ്റർ വൈസ്, അതും ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇംഗ്ലീഷിൻ്റെയും ലാംഗ്വേജിൻ്റെയും കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അത് നിങ്ങൾക്ക് സെയിം ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ വാങ്ങി അത് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം കൺഫ്യൂഷൻ വേണ്ട, പല കുട്ടികളും കൊമേഴ്സ് പഠിച്ചു തുടങ്ങിയെന്നറിയാം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരുന്നത്. ഇനി നമ്മുടെ സിസ്റ്റമാറ്റിക്കുള്ള സ്റ്റഡി പ്ലാനുകൾ നമ്മുടെ യുവ ബാച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈലം എക്സ്ക്ലൂസീവ് +1 കൊമേഴ്സിൻ്റെ ബാച്ചാണ് യുവ. അതിൽ +1 ബ്രിഡ്ജ് കോഴ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് 10th നിന്ന് +1ലേക്ക് പോകുമ്പോഴുള്ള ഒരു പാലമാണല്ലേ, ബ്രിഡ്ജ് കോഴ്സാണ്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് നേരത്തെ പഠിച്ച് അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് വാങ്ങാം.